ഓണസദ്യയുടെ ഒരു പരിച്ഛേദമാണ് അവിയൽ. ഓണസദ്യയ്ക്ക് ഒരുപാട് വിഭവങ്ങൾ ഉള്ളതുപോലെ തന്നെ അവിയലിന് നമ്മൾ ഒരുപാട് നല്ല കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്താണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അവിയൽ എപ്പോഴും ഓണസദ്യയ്ക്ക് ഒരു പ്രധാന ഐറ്റം തന്നെയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഈ ഓണത്തിരക്കുകൾക്കിടയിൽ ഈ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറക്കരുതാത്ത മറ്റൊരു കാര്യം, വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്. വീട്ടിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്യുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അപ്പം നമുക്ക് അവിയൽ വയ്ക്കാം. അത് ഉരുളിയിൽ തന്നെ വയ്ക്കാം. ഉരുളിക്കകത്തേക്ക് ഞാൻ ആദ്യം വെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചക്കറികളെല്ലാം ഞാനൊരു 120 തൊട്ട് 150 ഗ്രാംസ് വരെയാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 1.5 കിലോ വെജിറ്റബിൾ വരും. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. പുളി ഒന്ന് വെള്ളം ഒഴിച്ചിടണം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചതൊന്ന് കുതിർത്ത് വയ്ക്കാം. ഇതൊക്കെ വെന്ത് വരുമ്പോഴത്തേന് അത് നല്ല സോഫ്റ്റ് ആവും. നമുക്ക് പുളിവെള്ളം വേണമല്ലോ ഒഴിക്കാൻ. ഞാനിവിടെ പുളിയും തക്കാളിക്കായുമാണ് തൈരിന് പകരം ചേർക്കുന്നത്. ഇതിപ്പം വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. വെജിറ്റബിളിൻ്റെ വേവ് അനുസരിച്ച് ആദ്യം നമുക്ക് ചേന, കുമ്പളങ്ങ, ക്യാരറ്റ്, വെള്ളരിക്ക, കോവയ്ക്ക, മത്തങ്ങ, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ഒന്ന് നിരത്തി ഒരു ലെയറാക്കിയിട്ടതിന് ശേഷം ഒടുവിലായിട്ട് തക്കാളിയും ഇട്ടു. ഇനിയും ഒരു സാധനം പ്രധാനമായിട്ടുണ്ട്, അതില്ലാതെ എന്ത് അവിയലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, മുരിങ്ങയ്ക്ക. പക്ഷേ മുരിങ്ങയ്ക്ക ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അത് വെന്ത് പൊടിഞ്ഞു പോയിട്ട് അതിങ്ങനെ ഈർക്കിലി പോലെ പിന്നെ കിടക്കും. അതുകൊണ്ട് ഇതൊന്ന് പകുതി വെന്തതിന് ശേഷം നമുക്ക് മുരിങ്ങയ്ക്ക ചേർക്കാം. അടച്ചു വെച്ച് നന്നായിട്ട് ആവി വരട്ടെ. അവിയലിന് നന്നായിട്ട് തേങ്ങ വേണം. അവിയൽ തയ്യാറാക്കുമ്പം ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം നമുക്കിടാം. പക്ഷേ പാവയ്ക്കയ്ക്ക് കയ്പ്പായതുകൊണ്ട് നമ്മൾ സാധാരണ ഇടാറില്ല. ഇനിയും പാവയ്ക്ക ഇഷ്ടമാണെങ്കിൽ അതും നിങ്ങൾക്കിടാം. ഈ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എനിക്ക് ബഹ്റൈനിൽ നിന്നും ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തതാണ് അവിയലിൻ്റെ വീഡിയോ. ഓണം ഇങ്ങ് അടുത്തത് കൊണ്ട് അത് ഞാൻ പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയാണ്. അതിലേക്ക് കറിവേപ്പില. ഈ അവിയലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പച്ച കറിവേപ്പില, പച്ച തേങ്ങ, പച്ച വെളിച്ചെണ്ണ, ഇതാണ്. അപ്പം ആ അരപ്പിനൊരു ചെറിയ മണം വരാനായിട്ടാണ് നമ്മളിങ്ങനെ കറിവേപ്പിലയും കൂടെ ചതച്ചെടുക്കുന്നത്. അതൊരു കുക്കിംഗ് ടിപ്പ് എന്ന് വിചാരിച്ചാൽ മതി. അതിലേക്ക് ജീരകം, ഒരു ശകലം ഉപ്പ്. നമ്മൾ പുളിക്കകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്, അത് ഓർമ്മ വേണം. എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുത്താൽ മതി. വെജിറ്റബിളിനകത്തുനിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ആവി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കായും കൂടി ഇട്ട് കൊടുക്കണം. മുരിങ്ങയ്ക്ക വെന്ത് പോയി കഴിഞ്ഞാൽ അവിയലിൻ്റെ ഭംഗിയെല്ലാം പോവും. പിന്നെ അത് മെനക്കേടാവും. കാരണം അതങ്ങ് പൊടിഞ്ഞു പോയിട്ട് ഈർക്കിലി പോലെ ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഇതൊന്നുകൂടെ അടച്ചു വെക്കണം. അരപ്പ് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല മണമാണ് ജീരകവും കറിവേപ്പിലയും തേങ്ങായും കൂടെ. മുരിങ്ങയ്ക്ക ചേർത്തിട്ട് ഇപ്പോൾ ഒരു 4-5 മിനിറ്റായി. പുളി ആവശ്യം പോലെ ഒഴിച്ചാൽ മതി. കല്ലൊന്നും ഇല്ലാതെ വേണം ഒഴിക്കാൻ. ഉപ്പും പുളി ഇപ്പം വെജിറ്റബിളെല്ലാം നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് വേകട്ടെ, ആ വെള്ളം ഒന്ന് പറ്റട്ടെ. അവിയൽ നന്നാകാനായിട്ട് ഒരു ചെറിയ പൊടിക്കയും കൂടെ ഉണ്ട്. ഈ ചെറിയ ഉള്ളി അതൊരു 5-6 മതി. അതൊന്ന് ഇടിച്ച് നമ്മൾ റെഡിയാക്കി വെക്കണം. അത് ഏറ്റവും ഒടുവിൽ ചേർക്കാനാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രഷായിട്ടുള്ള കറി ലീവ്സും കൂടെ ഒന്നിട്ട് അതും കൂടെ ഒന്ന് ഇടിച്ച് വെച്ചേക്കാം. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരപ്പും റെഡിയാക്കി, ഇതും റെഡിയാക്കി. ഇനി വെജിറ്റബിൾ ഒന്ന് വെന്താൽ മതി. ആ ഒടുവിലിട്ട മുരിങ്ങയ്ക്ക വെന്തു എന്ന് ഉറപ്പ് വരുത്തണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് പിടിക്കുമ്പോൾ അറിയാതെ. ഇപ്പോൾ ഇവിടെ നടുക്ക് നമുക്കൊരു ചെറിയൊരു വെല്ല് പോലെ ഉണ്ടാക്കിയിട്ട് നമുക്കതിനകത്തേക്ക് അരപ്പിടാം. ഈ വെള്ളം തൊട്ട് നോക്കിയാൽ അറിയാം ഉപ്പുണ്ടോയെന്ന്. ഇപ്പോൾ നമുക്ക് ആ വെള്ളത്തിനകത്തോട്ട് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർക്കണം. നമുക്ക് സെൻറ്ററിലോട്ട് മാത്രമായിട്ട് അരപ്പൊന്നിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ചാൽ മതി. അത് വെന്തോളൂ. അതിനുള്ള വെള്ളമേ ഇനിയും ഉള്ളൂ. തീ കുറയ്ക്കണം. കാര്യം വെന്തതുകൊണ്ട് ഇനി ഒരുപാട് തീ വെച്ച് കഴിഞ്ഞാൽ വെള്ളവും കുറവായതുകൊണ്ട് ചട്ടിയുടെ അടിയിൽ പിടിക്കും. ആവി നന്നായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ ഇളക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. ഇവിടെ നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും കറിവേപ്പിലയും അത് ചേർക്കാനുള്ള സമയമാണ് ഇനി. അത് ഇതിന് നമുക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് വെളിച്ചെണ്ണ അതുകൂടെ നമുക്കിതിന് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ, പച്ച കറിവേപ്പില, പച്ചത്തേങ്ങ. തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോഴും ഇളക്കാറായിട്ടില്ല. നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കഴിയണം. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്കങ്ങോട്ട് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ സ്വയംഭൻ അവിയൽ റെഡിയാവും. അവിയലിന് അരിയുമ്പം മെലിഞ്ഞ് നീളത്തിൽ വേണം അരിയാൻ. അപ്പോൾ നമ്മുടെ കിടലൻ അവിയൽ റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.